Hi all, welcome to yet another YouTube live session from IILT. This is Rehana from IILT. So, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രാൻസ്ഫോർമേഷൻ ഓഫ് കേസ് നോട്ട്സ് ആണ്. നമ്മൾ ഓൾറെഡി OET റൈറ്റിംഗിന്റെ കുറെ ആസ്പെക്ട്സ് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഐ ഹോപ്പ് എവറിബഡി ഹാസ് ഗോൺ ത്രൂ ഇറ്റ്. എല്ലാവരും അത് കണ്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. കണ്ടിട്ടില്ലെങ്കിൽ ഓഫ് കോഴ്സ് ഈ ലൈവ് കണ്ടതിന് ശേഷം ഗോ ബാക്ക് ടു ആ പേജ് ആൻഡ് അതെല്ലാം കണ്ടിട്ട് വരിക. കാരണം ഇറ്റ് വിൽ ബി റിയലി യൂസ്ഫുൾ ഫോർ യു. കാരണം OETയുടെ ഇൻട്രൊഡക്ഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, സെലക്ഷൻ ഓഫ് കേസ് നോട്ട്സ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കണ്ടു കഴിയുമ്പോൾ കുറച്ചും കൂടെ ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടും. അത് കണ്ടതിന് ശേഷം you will get much bigger picture regarding OET writing. Okay, so let's get started. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് OET റൈറ്റിംഗിലെ ട്രാൻസ്ഫോർമേഷൻ ഓഫ് കേസ് നോട്ട്സ് ആണ്. So yes. Okay, Ashwati says hi. Hi Ashwati. Okay, അപ്പോൾ നമ്മൾ OET റൈറ്റിംഗ് ട്രാൻസ്ഫോർമേഷൻ. അപ്പോൾ നിങ്ങൾക്ക് ഈ ട്രാൻസ്ഫോർമേഷനെ പറ്റിയിട്ട് എന്ത് ഐഡിയ ആണുള്ളത്? ആർക്കെങ്കിലും എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് കോമെന്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, കവിത സന്തോഷ് സേസ് ഹായ് മാം, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് കവിത. അപ്പൊ നമ്മൾ OET റൈറ്റിംഗിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് ആണ് എന്ത് ട്രാൻസ്ഫോർമേഷൻ ഓഫ് കേസ് നോട്ട്. ദ തിങ് ഇസ് നമ്മൾ OET റൈറ്റിംഗിൽ നമുക്കൊരു കേസ് നോട്ട് കിട്ടും. ബിൻസി റെജിമോൻ സേസ് ഹായ് മാം, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ബിൻസി. ഹരി സേസ് ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ് ഹരി. ഓക്കെ, അപ്പോ നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് OET റൈറ്റിംഗിൽ ഓഫ് കോഴ്സ് നമുക്കൊരു കേസ് നോട്ട് കിട്ടുമ്പോൾ ആ കേസ് നോട്ടിൽ നിന്ന് ഒത്തിരി ഇൻഫർമേഷൻ ഉണ്ടാവും അല്ലേ, ഒരുപാട് ഇൻഫർമേഷൻ അതിൽ പറഞ്ഞിട്ടുണ്ടാവും. ആ ഇൻഫർമേഷൻ നമ്മൾ പിക്ക് ചെയ്യും. നമ്മൾ ഓൾറെഡി സെലക്ഷൻ ഓഫ് കേസ് നോട്ട് കഴിഞ്ഞ ലൈവിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ അത് കണ്ടിട്ടില്ല എങ്കിൽ ഓഫ് കോഴ്സ് അത് കാണുക. ദാറ്റ് വിൽ റിയലി ഹെൽപ്പ് യു ടു ചൂസ് ദ ഇൻഫർമേഷൻ ദാറ്റ് യു വോണ്ട് ടു റൈറ്റ് ഇൻ എ ലെറ്റർ. അതായത് നമ്മളുടെ റെസിപ്പിയന്റിനനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഓരോ ഡേറ്റ സെലക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ ആ ലൈവിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതെന്തായാലും കാണുക കേട്ടോ. അപ്പൊ അങ്ങനെ നമ്മൾ ഡേറ്റ സെലക്ട് ചെയ്തു. ഓഫ് കോഴ്സ് ഇത് നമ്മളൊരു ലെറ്ററിലേക്ക് ട്രാൻസ്ഫോം ചെയ്യണം അല്ലെ. ആൻഡ് ഈ ലെറ്ററിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുമ്പോൾ പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അതെന്തൊക്കെയാണ് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ ബിഫോർ വി സ്റ്റാർട്ട്, does anybody have any idea regarding transformation of case notes? എന്താണ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് കേസ് നോട്ട്സ്? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? എന്തായിരിക്കും ഈ ട്രാൻസ്ഫോർമേഷൻ ഓഫ് കേസ് നോട്ട്? ആ വേർഡിൽ നിന്ന് തന്നെ നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും എന്താണ്. കേസ് നോട്ടിൽ തന്നിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ട്രാൻസ്ഫോം ചെയ്യുവാണ് അല്ലെ. വി ആർ ഗോയിങ് ടു ട്രാൻസ്ഫോം ദിസ് പെർട്ടിക്കുലർ തിങ്. സോ വാട്ട് എക്സാക്ട്ലി വിൽ ബി ദിസ്? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ, സ്ലൈഡിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്താണ് ട്രാൻസ്ഫോർമേഷൻ എന്നുള്ളത്. Turning the relevant case notes into complete sentences is known as transformation of case notes. Okay, നമുക്ക് കേസ് നോട്ടിൽ ബുള്ളറ്റ് പോയിന്റ്സ് ആയിട്ട് അല്ലെങ്കിൽ നോട്ട് ഫോംസിലായിരിക്കും തന്നിരിക്കുന്നത് അല്ലെ. എല്ലാ ഇൻഫർമേഷനും നമുക്ക് തരുന്നത് ഒരു നോട്ട് ഫോമിലായിരിക്കും. അപ്പോൾ ഈ ഒരു നോട്ട് ഫോമിനെ ഒരു കംപ്ലീറ്റ് സെന്റൻസസ് ആയിട്ട് അല്ലെങ്കിൽ കംപ്ലീറ്റ് സെന്റൻസ് ആയിട്ട് ഗ്രാമാറ്റിക്കലി സ്ട്രക്ചേർഡ് ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നതിനെയാണ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് കേസ് നോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ നമുക്ക് നിങ്ങൾ ഒരു കേസ് നോട്ട് എടുക്കുവാണെങ്കിൽ എല്ലാം ബുള്ളറ്റ് പോയിന്റ്സിലായിരിക്കും തന്നിരിക്കുന്നത്, എല്ലാം നോട്ട് ഫോംസിലായിരിക്കും. ഒരിക്കലും നിങ്ങൾക്ക് ഒരു കംപ്ലീറ്റ് സെന്റൻസ് ആയിട്ട് തരത്തില്ല. ഓഫ്കോഴ്സ് അങ്ങനെ തന്നു കഴിഞ്ഞാൽ OET റൈറ്റിംഗ് വളരെ എളുപ്പമാവും അല്ലെ. OET റൈറ്റിംഗ് നമ്മളുടെ ലാംഗ്വേജ് അസസ് ചെയ്യുന്ന ഒരു ടെസ്റ്റ് ആണ്. ഓഫ്കോഴ്സ് നമ്മൾ ലാംഗ്വേജ് അസസ് ചെയ്യണമെങ്കിൽ ഓക്കെ ഇന്ന പോയിന്റ്സ് ബുള്ളറ്റ് പോയിന്റ്സ് ആയിട്ട് തരുമ്പോൾ അത് നമ്മൾ എത്രത്തോളം നന്നായിട്ട് ഒരു സെന്റൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് ലെറ്റർ എഴുതാൻ പറ്റുന്നുണ്ടോ എന്നുള്ളൊരു സ്കില്ലാണ് അവർ അസസ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഓഫ്കോഴ്സ് അവർ നോട്ട് ഫോമിലേ തരത്തുള്ളൂ. അപ്പോൾ അതിനെ നമ്മൾ കൺവേർട്ട് ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ പ്രോസസ് ആണ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് കേസ് നോട്ട് എന്ന് പറയുന്നത്. ഷിറിൻ അഞ്ജു സേസ് ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഷിറിൻ. ഓക്കെ, അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ കാര്യങ്ങളൊക്കെ ഇപ്പൊ നമുക്ക് നമ്മൾ പല പ്രോസസ്സ് കഴിഞ്ഞിട്ടാണ് ഈ ട്രാൻസ്ഫോർമേഷനിലേക്ക് വന്ന് നിൽക്കുന്നത് അല്ലെ. നമ്മൾ ആദ്യം കേസ് നോട്ട് വായിച്ചു അല്ലെ. ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫസ്റ്റ് ലൈവ് സെഷനിൽ നമ്മൾ പറഞ്ഞിരുന്നു കേസ് നോട്ട് വായിച്ചു എന്നുള്ളത്. കേസ് നോട്ട് നമ്മൾ വായിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ അതിൽ നിന്ന് റെലവെന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ പിക്ക് ചെയ്തു അല്ലെ. ഈ കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ ലൈവ് ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. സോ ഐ എം നോട്ട് റിപ്പീറ്റിംഗ് ഇറ്റ്. നിങ്ങൾക്ക് അത് ബോറടിക്കും, അതുകൊണ്ട് തന്നെ ഞാനത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പൊ നിങ്ങൾ എന്തായാലും അത് കാണുക കേട്ടോ. അപ്പോൾ കണ്ടിട്ടില്ലാത്തവര്
The first and foremost thing we do is we read it, അല്ലെ? അത് കഴിഞ്ഞ് നമ്മളുടെ റെസിപ്പിയന്റിനെ കണ്ടുപിടിച്ചതിന് ശേഷം, അല്ലെ, റെസിപ്പിയന്റ് ഒക്കെ ആരാണെന്ന് അറിഞ്ഞതിന് ശേഷം നമ്മൾ അതിൽ നിന്ന് കുറച്ച് ഡേറ്റ പിക്ക് ചെയ്യും, അല്ലെ? എല്ലാ ഡേറ്റയും വേണ്ട, അല്ലെ? അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? കുറച്ച് ഡേറ്റ പിക്ക് ചെയ്തിട്ട് അതിന് നമ്മൾ ഒരു ലെറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ആ ഒരു ബുള്ളറ്റ് പോയിന്റ്സ് അല്ലെങ്കിൽ ആ ഒരു നോട്ട്സിനെ നമ്മൾ കംപ്ലീറ്റ്ലി മീനിങ് ആയിട്ടുള്ള, ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആയിട്ടുള്ള സെന്റൻസസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. That is what we call transformation of case note, അല്ലെ? അപ്പോൾ നമുക്ക് ഇനി നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോവാം. സോ ഇത് എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. Okay, so how to create complete sentences? നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ഓഫ് കേസ് നോട്ട് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? ഈ ഒരു പെർട്ടിക്കുലർ റിലവന്റ് ആയിട്ടുള്ള നോട്ട്സിനെ നമ്മളൊരു കംപ്ലീറ്റ് സെന്റൻസ് ആക്കുക എന്നുള്ളതാണ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് കേസ് നോട്ട്സ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇനി എങ്ങനെയാണ് ഒരു കംപ്ലീറ്റ് സെന്റൻസ് ആക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങൾക്ക് എപ്പോഴും ഒരു കേസ്, എല്ലാവരും എന്തായാലും ഒരു കേസ് നോട്ട് എന്തായാലും കണ്ടിട്ടുണ്ടാവും, അല്ലെ? എവറിബഡി മൈറ്റ് ഹാവ് ഗോൺ ത്രൂ എ കേസ് നോട്ട് അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം. ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈമിൽ നിങ്ങൾ ഒരു കേസ് നോട്ട് ഡീൽ ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവും. മേ ബി ജസ്റ്റ് വായിക്കാനായിട്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ സെറ്റിംഗിൽ മേ ബി പേഷ്യന്റ് കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെ പല സിറ്റുവേഷനിലും നിങ്ങൾ ഫെമിലിയർ ആയിട്ടുള്ള ഒരു പെർട്ടിക്കുലർ ഇതാണ് ഒരു കേസ് നോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ കേസ് നോട്ടിൽ നമുക്ക് ഇൻഫർമേഷൻ തരുന്നത് എങ്ങനെയാണ്? ബുള്ളറ്റ് പോയിന്റ്സിലായിരിക്കും, അല്ലെ? കംപ്ലീറ്റഡ് അല്ലാത്ത നോട്ട് ഫോംസിൽ, അതായത് വളരെ പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ ഇതിനെ ചെറുതായിട്ടൊക്കെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായിട്ട് എഴുതുന്നതാണ്, അല്ലെ? അപ്പൊ ഇതിനെ നമ്മൾ പല കാര്യങ്ങളിലും കംപ്ലീറ്റ് ആയിരിക്കില്ല. ഇപ്പൊ നിങ്ങൾ വളരെ കോമൺ ആയിട്ട് കണ്ടിട്ടുണ്ടാവുന്ന ഒരു കാര്യമായിരിക്കും. ഇപ്പൊ സോഷ്യൽ ഹിസ്റ്ററിയിൽ അവരിങ്ങനെ പറയും, ലിവ്സ് അലോൺ, ഡ്രിങ്ക്സ് 2-3 cups of coffee. ഓക്കെ, ഇതൊന്നും ഒരു കംപ്ലീറ്റ് സെന്റൻസ് അല്ല. ജസ്റ്റ് ഓക്കെ, ആളൊറ്റയ്ക്കാണ് താമസിക്കുന്നത്, ആള് 2-3 cups of coffee കുടിക്കുന്നുണ്ട്. അത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ആ വായിക്കുന്ന ആൾക്ക് അറിയണം, ഓക്കെ, ഇന്ന കാര്യങ്ങളാണ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? അവരത് ചെറിയ ചെറിയ കാര്യങ്ങളായിട്ട് നമുക്ക് തന്നിട്ടുണ്ടാവും. പക്ഷെ ഇതൊരിക്കലും ഒരു കംപ്ലീറ്റ് സെന്റൻസ് അല്ല, അല്ലെ? പല വേർഡ്സും അതിൽ നിന്ന് മിസ്സിംഗ് ആയിരിക്കും. ജസ്റ്റ് നമുക്ക് അറിയേണ്ട ഇൻഫർമേഷൻ അവർ വളരെ ക്രിസ്പായിട്ട് തന്നിരിക്കുന്നതായിരിക്കും. അപ്പോൾ അതിൽ മെയിൻ കാര്യം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഒരു കംപ്ലീറ്റ് സെന്റൻസ് ആക്കാൻ ആദ്യം ചെയ്യേണ്ടത് അതിൽ ഇല്ലാത്ത വേർഡ്സ്, ലെഫ്റ്റ് ഔട്ട് ആയിട്ടുള്ള വേർഡ്സ് നമ്മൾ എന്ത് ചെയ്യുക? ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ആഡ് ദ ലെഫ്റ്റ് ഔട്ട് വേർഡ്സ് എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. കീ ബട്ട് സ്മോൾ വേർഡ്സ് ആർ ഓഫൻ മിസ്സിംഗ് ഫ്രം ദ കേസ് നോട്ട്സ് വിച്ച് നീഡ്. ലിവ്സ് അലോൺ, നമ്മളൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, ഈ ലിവ്സ് അലോൺ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു കംപ്ലീറ്റ് സെന്റൻസ് അല്ല, അല്ലെ? ഒറ്റയ്ക്ക് താമസിക്കുന്നു, അതായത് പേഷ്യന്റിന്റെ കാര്യമാണെന്ന് നമുക്കറിയാം. പക്ഷെ നമ്മൾ അവിടെ പേഷ്യന്റിന്റെ പേരോ അല്ലെങ്കിൽ പേഷ്യന്റിന്റെ പ്രൊനൗണോ ഒന്നും, ചുമ്മാ ഒരു ഇൻഫർമേഷൻ തന്നിട്ടുണ്ടാവുന്നതായിരിക്കും, അതായത് ലിവ്സ് അലോൺ എന്ന് മാത്രം. അപ്പൊ നമ്മൾ അതൊരു സെന്റൻസ് ആക്കുമ്പോൾ എന്തായിരിക്കും ചെയ്യുന്നത്? മേ ബി ഷീ ലിവ്സ് അലോൺ, ഓക്കെ, വി ആർ റിയലി സോറി ഫോർ ദാറ്റ്. നമുക്ക് ചെറിയൊരു ടെക്നിക്കൽ എറർ ഉണ്ടായിരുന്നു. ഐ ഹോപ്പ് ഇപ്പൊ അത് റിസോൾവ് ആയി. യെസ്, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ എവിടെ നിന്നാണോ നിർത്തിയത് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. സോ വി വർ ഡിസ്കസിങ് ഹൗ ടു ക്രിയേറ്റ് കംപ്ലീറ്റ് സെന്റൻസസ്. എങ്ങനെയാണ് ഒരു കംപ്ലീറ്റ് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്? ഇപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞു, അതിൽ മിസ്സിംഗ് ആയിട്ടുള്ള കുറച്ച് വേർഡ്സ് ഉണ്ടാവും. അതെല്ലാം
യൂസ് ചെയ്തിട്ട് അതിനൊരു കംപ്ലീറ്റ് സെന്റൻസ് ആക്കുക എന്നുള്ളതാണ്. ഇപ്പോ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ലിവ്സ് അലോൺ. ലിവ്സ് അലോൺ ഒരിക്കലും ഒരു കംപ്ലീറ്റ് സെന്റൻസ് അല്ല. ഒറ്റയ്ക്ക് താമസിക്കുന്നു ആര്, അതൊന്നും അതിൽ ക്ലിയർ അല്ല അല്ലെ. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക, നമുക്ക് ഓൾറെഡി കേസ് നോട്ടിൽ അറിയാം, പേഷ്യന്റിന്റെ പേര് അറിയാം. സോ ഇതർ യു ക്യാൻ റൈറ്റ് മിസ്റ്റർ അലക്സ് ലിവ്സ് അലോൺ, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഹീ ലിവ്സ് അലോൺ പ്രൊനൗൺ യൂസ് ചെയ്തിട്ടും എഴുതാം അല്ലെ. അപ്പൊ പല രീതിയിൽ നമുക്കത് ചെയ്യാനായിട്ട് പറ്റും അല്ലെ. സോ ഇവിടെ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്താണ് ഒരു കംപ്ലീറ്റ് സെന്റൻസ് ആക്കാനായിട്ട് ഈ ഒരു നോട്ട് ഫോമിനെ നമ്മൾ എന്ത് ചെയ്യുക, അതിൽ കുറച്ച് മിസ്സിംഗ് ആയിട്ടുള്ള വേർഡ്സിനെയൊക്കെ ഫില്ല് ചെയ്തിട്ട് അതിനൊരു കംപ്ലീറ്റ് സെന്റൻസ് ആക്കുക എന്നുള്ളതാണ് നമ്മൾ ബേസിക് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് ലുക്ക് ഇൻ ടു നെക്സ്റ്റ് സ്ലൈഡ്. നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോവാം. Okay, so Ajmal says hi. Hi, Ajmal. Good morning, Adra Shashi. Good morning, Divya. Roshni says no. എനിക്കറിയില്ല എന്തുകൊണ്ടാണെന്ന്, കാണാൻ പറ്റുന്നില്ല എന്നുള്ളതാണോ. ദേവിക സേസ് യെസ്, ഐ എം സോറി, ഇൻ ബിറ്റ്വീൻ നമുക്കൊരു ടെക്നിക്കൽ എറർ ഉണ്ടായിരുന്നു. സോ കമ്മ്യൂണിക്കേഷൻ ഒന്ന് ബ്രേക്ക് ആയിട്ടുണ്ടായിരുന്നു. സോറി ഫോർ ദാറ്റ്. ഓക്കെ, ഇപ്പൊ അത് ഓക്കെ ആയെന്നാണ് എനിക്ക് തോന്നുന്നത്. യെസ്, ലെറ്റ്സ് കണ്ടിന്യൂ വിത്ത് ദ സെഷൻ. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു എന്തായിരുന്നു, ഈ ലെഫ്റ്റ് ഔട്ട് ആയിട്ടുള്ള വേർഡ്സ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു കംപ്ലീറ്റ് സെന്റൻസ് ആവും എന്നുള്ളത് അല്ലെ. സോ ഇൻ ദ നെക്സ്റ്റ് സ്ലൈഡ് വിൽ ബി ലുക്കിംഗ് ഇൻ ടു സം യുനോ എന്തൊക്കെയായിരിക്കും മിസ്സാവുന്നത് എന്നുള്ള കാര്യങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ സ്ലൈഡ് എല്ലാവർക്കും കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിൽ മെയിൻ ആയിട്ട് വരുന്നത് പ്രിപ്പോസിഷൻസ് വരാം, ആർട്ടിക്കിൾസ് വരാം, ഓക്സിലറി വേർബ്സ് വരാം, കൺജങ്ഷൻസ് വരാം, അതുകൂടാതെ പ്രൊനൗൺസ് വരാം. ഓക്കെ, ഇപ്പൊ ഞാൻ നേരത്തെ എക്സാമ്പിൾ പറഞ്ഞതിൽ നമുക്ക് എന്താണ് പ്രൊനൗൺസ് യൂസ് ചെയ്യാം. ഹീ ലിവ്സ് അലോൺ അല്ലെങ്കിൽ ഷീ ലിവ്സ് അലോൺ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കൂടുതലായിട്ടും അവിടെ യൂസ് ചെയ്യുന്നത് പ്രൊനൗൺസ് ആണ് അല്ലെ. അപ്പോൾ പ്രിപ്പോസിഷൻ എന്ന് പറയുമ്പോൾ ഓഫ്, അതുപോലെ ടു, ഇൻ, അങ്ങനത്തെ ഒത്തിരി പ്രിപ്പോസിഷൻസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം എന്ത് ചെയ്യാം, ചില സെന്റൻസസ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്കറിയാം അത് പ്രിപ്പോസിഷൻസും കൂടെ ആഡ് ചെയ്താലാണ് ആ സെന്റൻസസ് കംപ്ലീറ്റ് ആവത്തുള്ളൂ. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യുക, ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ റിക്വയർഡ് ആയിട്ടുള്ള പ്രിപ്പോസിഷൻസ് യൂസ് ചെയ്യുക. സോ ദാറ്റ് സെന്റൻസ് വിൽ ബി കംപ്ലീറ്റ്. അതുപോലെ തന്നെ ആർട്ടിക്കിൾസ് എ ആൻഡ് ഒക്കെ യൂസ് ചെയ്യുക. ഇപ്പോൾ ഏതെങ്കിലും ഒരു കണ്ടീഷൻ മേ ബി എക്സ്റേ പെർഫോംഡ് എന്നായിരിക്കും, ആൻഡ് എക്സ്റേ വാസ് പെർഫോംഡ് അല്ലെ. അപ്പോൾ ഡിപ്പെൻഡിങ് ഓൺ ദ സെന്റൻസസ് അല്ലെങ്കിൽ നമുക്ക് തന്നിട്ടുള്ള കേസ് നോട്ട് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, അതിനാവശ്യമായിട്ടുള്ള ഫില്ലേഴ്സ് കൊടുക്കുക. ഇറ്റ് ക്യാൻ ബി പ്രിപ്പോസിഷൻ, ആർട്ടിക്കിൾസ്, ഓക്സിലറി വേർബ്സ് ആവാം, കൺജങ്ഷൻസ് ആവാം, പ്രൊനൗൺസ് ആവാം, ഇതിൽ ഏത് വേണമെങ്കിലും ആവാം. അപ്പൊ നമുക്ക് ആ സെന്റൻസ് കാണുമ്പോൾ അറിയാലോ, ഓക്കെ ഈ സെന്റൻസിൽ ഇന്ന കാര്യമാണ് മിസ്സിംഗ് ആയിട്ടുള്ളത്, അപ്പൊ നമ്മൾ ഇത് ആഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോ അങ്ങനെ നമ്മൾ നോക്കുക. ഇപ്പൊ ഇവിടെ ഓക്സിലറി വേർബ്സ് പറയുന്നുണ്ട്, വിൽ, ഷാൽ, ഹാസ്, എന്ത് വേണമെങ്കിലും വരാം, യുനോ ഡിപ്പെൻഡിങ് ഓൺ ദ സെന്റൻസ്. പിന്നെ അത് കൂടാതെ കൺജങ്ഷൻസ് ആൻഡോ, ബട്ടോ അല്ലെങ്കിൽ ഓർ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഈവൻ പ്രൊനൗൺസ് ഹി, ഷീ, ദേ, ഇറ്റ്, എനിത്തിങ് ക്യാൻ കം അണ്ടർ ദാറ്റ് ആസ് വെൽ. അപ്പോൾ ഇതിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കോമൺ ആയിട്ട് എന്താണ് മിസ്സിംഗ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഇറ്റ്സ് ഓക്കെ, ഹരി സേസ് ഇറ്റ്സ് ഓക്കെ. അപ്പം ഓക്കെ ആയെന്ന് വിശ്വസിക്കുന്നു. യാ, താങ്ക് യു ഫോർ അക്നോളജിങ് ദാറ്റ് ഹരി. അപ്പോൾ മെയിൻ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ മിസ് ഔട്ട് ആയിട്ടുള്ള വേർഡ്സ് നമ്മൾ എന്ത് ചെയ്യാം, ഈ മിസ് ചെയ്ത വേർഡ്സ് നമ്മൾ എന്ത് ചെയ്യുക, അതിൽ റീപ്ലേസ് ചെയ്യുക. സോ ദാറ്റ് ഇറ്റ് മേക്സ് മീനിങ്ഫുൾ സെന്റൻസസ് അല്ലെങ്കിൽ ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആയിട്ടുള്ള സെന്റൻസസ് അല്ലെങ്കിൽ കംപ്ലീറ്റ് സെന്റൻസസ് ഡെവലപ്പ് ആവാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് സ്ലൈഡ്. ഓക്കെ, സോ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത്? പല രീതിയിൽ ചെയ്യാം. നമുക്ക് ഈ സെന്റൻസസ് കംപ്ലീറ്റ് ആക്കുന്നത് നമുക്ക് പല രീതിയിൽ ചെയ്യാം. സോ നെക്സ്റ്റ് സ്ലൈഡിൽ അതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ടേണിംഗ് എ കേസ് നോട്ട് ഇൻ ടു എ ഗ്രാമാറ്റിക്കൽ സെന്റൻസ്. ഒരു പെർട്ടിക്കുലർ കേസ് നോട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഗ്രാമാറ്റിക്കൽ സെന്റൻസ് ആക്കാം. ഇപ്പൊ ഞാൻ പറഞ്ഞു ലിവ്സ് അലോൺ,
അതൊരു പെർട്ടിക്കുലർ നോട്ടാണ് അല്ലെ. ആ ഒരു പെർട്ടിക്കുലർ നോട്ടിനെ നമുക്കൊരു ഗ്രാമാറ്റിക്കലി മീനിങ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഗ്രാമാറ്റിക്കൽ സെന്റൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം. ഷീ ലിവ്സ് അലോൺ അല്ലെങ്കിൽ മിസ്റ്റർ ഡിസൂസ ലിവ്സ് അലോൺ അല്ലെങ്കിൽ മിസ് ഡിസൂസ ലിവ്സ് അലോൺ എന്നുള്ള രീതിയിലാക്കാം. ഒരു പെർട്ടിക്കുലർ നോട്ട് ഫോമിനെ നമ്മൾ എന്ത് ചെയ്തു, ഒരു ഗ്രാമാറ്റിക്കലി മീനിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ കംപ്ലീറ്റ് സെന്റൻസ് ആക്കിയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്തു. ഓക്കെ, ദാറ്റ് ഈസ് വൺ തിങ്. അങ്ങനെ ചെയ്യാം. അതല്ല, രണ്ടാമത്തെ രീതി എങ്ങനെയാണ്, കമ്പൈനിങ് റിലേറ്റഡ് കേസ് നോട്ട്സ് ഇൻ ടു എ സിംഗിൾ സെന്റൻസസ്. ഓക്കെ, നമുക്ക് തോന്നുവാണ് സോഷ്യൽ ഹിസ്റ്ററിയിൽ ഒരുപാട് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ഓക്കെ, ലിവ്സ് അലോൺ തന്നിട്ടുണ്ട്, വിഡോർ തന്നിട്ടുണ്ട്, പിന്നെ ഡ്രിങ്ക്സ് പറഞ്ഞിട്ടുണ്ട്, ഡ്രിങ്ക്സ് 2-3 യൂണിറ്റ്സ് ഓഫ് ബിയർ ആൻഡ് സ്മോക്സ് 5 to 10 cigarettes. ഓക്കെ, പിന്നെ പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററിയിൽ മേ ബി ഹൈപ്പർ ടെൻഷനും ഡയബറ്റീസും ഉണ്ട് പേഷ്യന്റിന്. ഒരു പെർട്ടിക്കുലർ ഡേറ്റും പറഞ്ഞിട്ടുണ്ട്. ഹൈപ്പർ ടെൻഷൻ 1997ഉം ഡയബറ്റിസ് 1998ഉം. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഹൈപ്പർ ടെൻഷനും ഡയബറ്റീസും ഓഫ് കോഴ്സ് ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണ്. അത് രണ്ടും നമുക്ക് എന്ത് ചെയ്യാം, ഒരുമിച്ച് എഴുതാം അല്ലെ. അപ്പോ ഞാൻ ഇങ്ങനെ എഴുതി, കമ്പൈനിങ് റിലേറ്റഡ് കേസ് നോട്ട്സ് ഇൻ ടു എ സിംഗിൾ സെന്റൻസ്. അപ്പൊ ഞാൻ ഇത് റിലേറ്റഡ് ആണല്ലേ, ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും ഓൾമോസ്റ്റ് ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആയതുകൊണ്ട് ഇതിന്റെ രണ്ടിനെ നമുക്ക് ഒറ്റൊരു സെന്റൻസിൽ എഴുതിക്കൂടെ. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, രണ്ട് നോട്ടാണ്, പക്ഷെ അതിനെ ഞാൻ ഒറ്റൊരു സിംഗിൾ സെന്റൻസ് ആക്കുന്നു. ദാറ്റ് ഇസ് ഹി ഹാസ് ഹാഡ് ഹൈപ്പർ ടെൻഷൻ സിൻസ് ദിസ് പെർട്ടിക്കുലർ ഇയർ. ഏതെങ്കിലും ഒരു ഇയർ 2 years തന്നിട്ടുണ്ടെങ്കിൽ അത് രണ്ടും എഴുതുന്നു. ഹി ഹാസ് ഹൈപ്പർ ടെൻഷൻ ആൻഡ് ഡയബറ്റിസ് മെലിറ്റസ് സിൻസ് 1997 and 1998 റെസ്പെക്റ്റീവ്ലി എന്നോ അല്ലെങ്കിൽ ഹി ഹാസ് ഹാഡ് എന്തെങ്കിലും ഒരു കണ്ടീഷൻ. അപ്പൊ ഇത് രണ്ടും റിലേറ്റഡ് ആണ്. അപ്പൊ ഞാൻ രണ്ടിനെ ഒരു സെന്റൻസ് ആക്കി. അപ്പൊ നമുക്കിത് രണ്ട് രീതിയിൽ ചെയ്യാം. ഫസ്റ്റത്തെ എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ നോട്ടിനെ നമ്മൾ ഒറ്റൊരു സെന്റൻസ് ആക്കുന്നു. അതല്ല എങ്കിൽ റിലേറ്റഡ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളെ ഒറ്റൊരു സെന്റൻസ് ആക്കുന്നു എന്നുള്ളതാണ്. സോ യു കെൻ ഡു എനിത്തിങ്. അതായത് നമുക്ക് തോന്നുവാണ് ഇപ്പൊ ലിവ്സ് അലോണും വിഡോറും. അപ്പൊ ഞാൻ അത് എഴുതുവാണ്, മിസ് ഡിസൂസ അല്ലെങ്കിൽ മിസ്റ്റർ ഡിസൂസ ഹു ഇസ് എ വിഡോ ലിവ്സ് അലോൺ. സോറി, മിസ് ഡിസൂസ ഹു ഇസ് എ വിഡോ ലിവ്സ് അലോൺ. അപ്പൊ അത് രണ്ടും കണക്ട് ചെയ്ത് എഴുതാൻ പറ്റുന്ന കാര്യങ്ങളായതുകൊണ്ട് ഞാൻ അതിനെ ഒരുമിച്ച് അങ്ങ് എഴുതി. ഓക്കെ, അപ്പൊ രണ്ട് നോട്ട് ഫോംസ് ആയിരുന്നു, പക്ഷെ അത് രണ്ടിനെയും കൂടെ ഒറ്റൊരു സെന്റൻസ് ആയിട്ടാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് അങ്ങനെ പല രീതിയിൽ ചെയ്യാം. ഓക്കെ, ദർ ഇസ് നോ ഹാം ഇൻ ഡൂയിങ് ദാറ്റ്. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നോ അങ്ങനെയൊന്നുമില്ല. യു ക്യാൻ ഡു ദാറ്റ്. അപ്പൊ ഇത് രണ്ട് രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, it can be either done by doing one particular sentence. ഒരു particular sentence കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. അതല്ലെങ്കിൽ രണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ രണ്ടോ മൂന്നോ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരുമിച്ച് എഴുതുന്നത്. സോ ഓൾ ദീസ് ഇസ് ഓക്കെ, ഫൈൻ ആണ് രണ്ടും. അങ്ങനെ ചെയ്യുന്നതിൽ ഒരു കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെയാണ് നമ്മൾ ട്രാൻസ്ഫോം ചെയ്യുക. ഓക്കെ, now let's look at an example. Okay, so ഞാനൊരു എക്സാമ്പിൾ കാണിക്കാം. പ്ലീസ് let's go through the next slide. സോ ഇപ്പൊ ഇവിടെ എഴുതിയേക്കുന്നത് ഹൈപ്പർ ടെൻഷൻ 18 years. ഓക്കെ, ഹൈപ്പർ ടെൻഷൻ 18 years. സോ ഈ ഒരു പെർട്ടിക്കുലർ കാര്യം എങ്ങനെയാണ് നമുക്ക് ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റുന്നത്? ഹൈപ്പർ ടെൻഷൻ 18 years. സോ യു ക്യാൻ കം അപ്പ് വിത്ത് യുവർ ആൻസേഴ്സ്. ലെറ്റ്സ് വെയിറ്റ് ഫോർ ദ ആൻസേഴ്സ്. ഹൈപ്പർ ടെൻഷൻ 18 years. ഹൈപ്പർ ടെൻഷൻ 18 years. ഇപ്പൊ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. സോ യു കെൻ കം അപ്പ് വിത്ത് യുവർ ആൻസേഴ്സ്. ഇതിനെങ്ങനെയാണ് നമുക്കൊരു മീനിങ് ഫുൾ അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് സെന്റൻസ് ആക്കാൻ പറ്റുന്നത്? ഹൈപ്പർ ടെൻഷൻ തന്നിട്ടുണ്ട്, പിന്നെ 18 years തന്നിട്ടുണ്ട്. ആർക്കെങ്കിലും പറയാനായിട്ട് പറ്റുമോ? Yes. Can somebody come up with any answer? ഈ ഹൈപ്പർ ടെൻഷൻ 18 yearsനെ നമ്മൾ നേരത്തെ പറഞ്ഞു ലിവ്സ് അലോൺ എന്ന് പറഞ്ഞു. ലിവ്സ് അലോൺ നമ്മൾ ട്രാൻസ്ഫോം ചെയ്തു, ഷീ ലിവ്സ് അലോൺ എന്നാക്കി. അപ്പൊ ഇവിടെ നമ്മൾ ഹൈപ്പർ ടെൻഷൻ 18 years എന്നാണ്. അതിനെ എങ്ങനെയായിരിക്കും നമുക്ക് ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റുന്നത്? നമ്മൾ ഇത്രയും പറഞ്ഞത് വെച്ച് ഒരു ഐഡിയ, നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഒരു ഐഡിയ വെച്ചിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം,
അത് തെറ്റായിക്കോട്ടെ അത് കറക്റ്റ് ആയിക്കോട്ടെ, നോ പ്രോബ്ലം, നോ വറീസ്. ജസ്റ്റ് റാൻഡംലി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കമന്റ് ചെയ്യാം, നോ പ്രോബ്ലം. He's a non-case of hypertension. He's a non-case of hypertension for 18 years. Okay, a girly girl. Okay, fine. He's a non-case of hypertension for 18 years. That is okay. കുഴപ്പമില്ല. Okay, അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. നമ്മൾ ജസ്റ്റ് ഷീ ഹാസ് hypertension since 18 years. Okay, she has hypertension since 18 years. ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. അത് വേറെ ഒന്നുമല്ല, നമ്മൾ സിൻസ് എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ ടേം യൂസ് ചെയ്യുന്നത് ഒരു പോയിന്റ് ഓഫ് ടൈം തന്നിട്ടുണ്ടെങ്കിലാണ്. ഓക്കെ, അതായത് 1997 മുതൽ, ഇപ്പോൾ ഷീ ഹാസ് ഹൈപ്പർടെൻഷൻ 1997 മുതലുണ്ട് എന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈം നമുക്ക് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിലാണ് നമ്മൾ എന്ത് ചെയ്യുക, സിൻസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് പറയാം, ഷീ ഹാസ് ഹാഡ് ഹൈപ്പർടെൻഷൻ സിൻസ് 1997 എന്ന് പറയാൻ പറ്റും. ഓക്കെ, 18 ഇയേഴ്സ് എന്ന് പറയുന്നത് ഒരു പ്രൊലോങ്ഡ് പീരിയഡ് ആണ്, ഒരു പെർട്ടിക്കുലർ ടൈം ഫ്രെയിം ആണ്, അല്ലെ, പീരിയഡ് ഓഫ് ടൈം ആണ്. സോ നമ്മൾ 18 ഇയേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു പീരിയഡ് ഓഫ് ടൈം ആയതുകൊണ്ട് തന്നെ നമ്മൾ സിൻസ് യൂസ് ചെയ്യില്ല. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടേം എന്ന് പറയുന്നത് 4 ആണ്. Okay, Devika told she has hypertension since 18 years. Nice try, Devika. The thing is, അതിലൊരു ചെറിയ മിസ്റ്റേക്ക് ഉള്ളത് ഇതാണ്, ഇത്ര കാലമായിട്ടുള്ള ഒരു കാര്യത്തിനെ നമ്മൾ കൂടുതലായിട്ടും പറയുന്നത് ഷീ ഹാസ് ഹാഡ് യൂസ് ചെയ്തിട്ടാണ്. ഷീ ഹാസ് ഹാഡ് ഹൈപ്പർടെൻഷൻ for 18 years. Okay, yes, Hashika, nice try, Hashika. She has had hypertension for 18 years. Yes, അത് നല്ലൊരു സെന്റൻസ് ആണ്, നമുക്ക് യൂസ് ചെയ്യാം. ആ ഒരു പെർട്ടിക്കുലർ ഇതിനെ ട്രാൻസ്ഫോം ചെയ്യാനായിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇറ്റ്സ് ഓക്കെ ദേവിക, നോ പ്രോബ്ലം. അപ്പൊ നമ്മള് ഞാനിവിടെ ഒരു എക്സാമ്പിൾ കാണിക്കാം, നമുക്ക് ഇതിനെ എങ്ങനെ ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റും എന്നുള്ളത് ജസ്റ്റ് കാണിക്കാം. ഓക്കെ, സോ ഇപ്പൊ ഇവിടെ ഐ ഹോപ്പ് യു ക്യാൻ സീ ഇറ്റ്. നമ്മളിവിടെ ട്രാൻസ്ഫോം ചെയ്തേക്കുന്നത് ജസ്റ്റ് പേര് കൊടുത്തിട്ടുണ്ട്, ദാറ്റ്സ് കംപ്ലീറ്റ്ലി ഫൈൻ. ഇവിടെ ഇപ്പൊ ഞാൻ കേസ് നോട്ടിന് വെറുതെ ഒരു പേര് കൊടുത്തു എന്നുള്ളൂ, നമുക്ക് അറിയില്ല, കാരണം ഞാൻ ഒരു വേഗ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് പ്രൊനൗൺ ആഡ് ചെയ്യാം, പക്ഷെ കേസ് നോട്ട് വരുമ്പോൾ സ്റ്റിക്ക് ഓൺ ടു വാട്ട് ഈസ് ഗിവൻ. അപ്പോ ഇവിടെ ഞാൻ എഴുതിയിട്ടുള്ളത് മിസ്റ്റർ അലക്സ് ഹാസ് ഹാഡ് ഹൈപ്പർടെൻഷൻ ഫോർ 18 ഇയേഴ്സ്. ഇത് എക്സാക്ട്ലി ഹാഷിക്, എനിക്ക് തോന്നുന്നു ഹാഷിക് ബെൻ, യെസ്, I don't know how it is pronounced. Anyway, ഹാഷിക്ക് പറഞ്ഞ സെയിം സാധനം തന്നെയാണ് നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത്, ജസ്റ്റ് പ്രൊനൗൺ മാറിയിട്ടുണ്ട് എന്നുള്ളതേ ഉള്ളൂ. മിസ്റ്റർ അലക്സ് ഹാസ് ഹാഡ് ഹൈപ്പർടെൻഷൻ ഫോർ 18 ഇയേഴ്സ്. ഓക്കെ, പിന്നെ നമുക്ക് ഇതിനെ വേണമെങ്കിൽ ഇങ്ങനെയും എഴുതാം, ഫോർ ദ പാസ്റ്റ് 18 ഇയേഴ്സ് മിസ്റ്റർ അലക്സ് ഹാസ് ഹാഡ് ഹൈപ്പർടെൻഷൻ. ഒരു പെർട്ടിക്കുലർ കണ്ടീഷൻ നമുക്ക് ഇത്ര വർഷമായിട്ടുണ്ട്, ഇപ്പോഴും സ്റ്റിൽ ഓൺഗോയിങ് ആണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഹാസ് ഹാഡ് ആണ്. ഓക്കെ, അതുകൊണ്ടാണ് ഹാസ് ഹാഡ് യൂസ് ചെയ്തേക്കുന്നത്. ഓക്കെ, okay, so Binsi says he has hypertension for 18 years. Okay, the thing is നമ്മൾ ഹാസ് പ്രൊമോട്ട് ചെയ്യാത്തത് വേറെ ഒന്നും കൊണ്ടല്ല, സ്റ്റിൽ ഉണ്ട് അല്ലെ, സ്റ്റിൽ ഇപ്പോഴും ഉണ്ട്, ഓൺഗോയിങ് ആയ ഒരു കണ്ടീഷൻ ആയതുകൊണ്ടാണ് ഹാഡ് വരുന്നത്. അതല്ലെങ്കിൽ ഹി ഹാസ് ഹൈപ്പർടെൻഷൻ ഇസ് ഫൈൻ, ഇപ്പോഴും ഉള്ളൊരു കണ്ടീഷൻ ആവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഹാഡ് യൂസ് ചെയ്യുക. ഹി ഹാസ് ഹാഡ് ഹൈപ്പർടെൻഷൻ ഫോർ 18 ഇയേഴ്സ് യൂസ് ചെയ്യാം. ഓക്കെ, സോ ഇനി നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോവാം. അപ്പൊ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ വെച്ച് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. യെസ്, വിജില റാണി സേസ് ഹി ഹാസ് ഹൈപ്പർടെൻഷൻ ഫോർ ദ പാസ്റ്റ് 18 ഇയേഴ്സ്. ആക്ച്വലി ഇവിടെ നമുക്ക് ഈ ഒരു പെർട്ടിക്കുലർ സെന്റൻസ് ഹി ഹാസ് വെച്ചിട്ടും എഴുതാം, കാരണം സ്റ്റിൽ ഓൺഗോയിങ് ആണ് എന്നുള്ളത് ആ ഒരു പെർട്ടിക്കുലർ കംപ്ലീറ്റ് കേസ് നോട്ട് വായിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. പക്ഷെ അഗൈൻ ഹി ഹാസ് ഹൈപ്പർടെൻഷൻ ഫോർ ദ പാസ്റ്റ് 18 ഇയേഴ്സ് അങ്ങനെയും എഴുതാം, നമുക്ക് എക്സ്പാൻഡ് ചെയ്തിട്ട് ഫോർ ദ പാസ്റ്റ് 18 ഇയേഴ്സ് എന്നും എഴുതുന്നതിൽ തെറ്റൊന്നുമില്ല. വിജില, യെസ്, യു ആർ റൈറ്റ്, നമുക്ക് അങ്ങനെ എഴുതുന്നതിലും പ്രശ്നമൊന്നുമില്ല. പിന്നെ ഓക്കെ, എനിക്ക് തോന്നുന്നു ഇത്രയും കമന്റ്സ് ആണ് വന്നിട്ടുള്ളത്. സോ ഇഫ് ഐ ഹാവ് ലെഫ്റ്റ് ഔട്ട് എനി പ്ലീസ് ലെറ്റ് മീ നോ. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോവാം. നെക്സ്റ്റും അഗൈൻ ഒരു എക്സാമ്പിൾ ആണ്, സോ ഗിവ് ഇറ്റ് എ ട്രൈ.
let's go to the next slide. Okay, can understand English, Spanish, French. Can understand English, Spanish, French. So നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രൊനൗൺ മാറ്റാം, കാരണം ഇവിടെ അങ്ങനെ ഒരു പ്രൊനൗൺ തന്നിട്ടില്ലല്ലോ. So that's completely fine. Okay, ഇപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതെങ്ങനെയാണ് ഒരു സെന്റൻസ് ആയിട്ട് ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റുന്നതെന്ന്. ഓക്കെ, നമുക്ക് പല രീതിയിൽ എഴുതാം. ഓഫ് കോഴ്സ് നമ്മളുടെ ഇമാജിനേഷൻ അനുസരിച്ചിട്ട് നമുക്ക് പല രീതിയിൽ ഈ ഒരു സെന്റൻസിനെ കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും അല്ലെ. സോ ഗിവ് ഇറ്റ് എ ട്രൈ. നമുക്ക് കുറച്ച് വെയിറ്റ് ചെയ്യാം, മേ ബി റെസ്പോൺസസ് കുറച്ച് ഡിലേ ആയിട്ടാണ് വരുന്നത്. നോ പ്രോബ്ലം. She understands many languages. She understands many languages. Okay. Okay, ഇത് നമ്മൾ ഭയങ്കര കൺസൈസ് ചെയ്തിട്ട് എഴുതിയിരിക്കുന്നതാണ്. ഷീ അണ്ടർസ്റ്റാൻഡ് മെനി ലാംഗ്വേജസും. ഓക്കെ, ഗ്രേസ് ആന്റണി ആണ് ഷീ അണ്ടർസ്റ്റാൻഡ് മെനി ലാംഗ്വേജസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. റോഷ്നി പറയുന്നു ഷീ അണ്ടർസ്റ്റാൻഡ്സ് മെനി ലാംഗ്വേജസ്. ഓക്കെ, വേറെ എന്തെങ്കിലും ആൻസേഴ്സ് ഉണ്ടോ? Okay, Zainab says he could understand many languages. He could understand many languages. Okay, great. Okay, so ഞാൻ കുറച്ച് എക്സാമ്പിൾസ് കാണിക്കാം. അഗൈൻ ഞാൻ പറഞ്ഞു നമ്മൾ വെറുതെ ഒരു പ്രൊനൗൺ കൊടുക്കുന്നു എന്നുള്ളൂ, അത് എന്ത് വേണമെങ്കിലും ആവാം, കാരണം ഇവിടെ ജസ്റ്റ് ഒരു വേഗ് ഐഡിയ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. സോ യു കെൻ യൂസ് എനി പ്രൊനൗൺസ്. Okay, Arjun says he understands languages like English, Spanish, French. Okay, great. So everybody is coming with great answers. Okay, so നമുക്ക് വേറെ എന്തെങ്കിലും കമന്റ്സും കൂടെ ഉണ്ടോ എന്ന് നോക്കാം. And then I'll show the slide. Okay, so ഇതൊക്കെ നല്ല ആൻസേഴ്സ് ആണ് കേട്ടോ. Okay, so I'll just move to the next slide. Okay, great work, Grace, Roshni, Arjun and Zainab. Okay, നമുക്ക് ഇനി ഒന്ന് നോക്കാം. Okay, let's move to the next slide. Okay, ഇപ്പൊ ഇവിടെ കുറച്ച് ഇലാബറേറ്റ് ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അതിനെ ഒരു കുറച്ചും കൂടെ വലിയൊരു സെന്റൻസ് ആക്കിയിട്ടുണ്ട്, പക്ഷെ ദാറ്റ്സ് കംപ്ലീറ്റ്ലി ഫൈൻ, നമുക്കത് കൺസൈസ് ചെയ്യാം, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല. സോ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഐ ഹോപ്പ് യു ക്യാൻ സീ ദ സ്ലൈഡ്. അപ്പോ മിസ്റ്റർ അലക്സ് ഹാസ് എ എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ഇംഗ്ലീഷ്, സ്പാനിഷ് ആൻഡ് ഫ്രഞ്ച്. ഓക്കെ, ദാറ്റ്സ് കംപ്ലീറ്റ്ലി ഫൈൻ. മിസ്റ്റർ അലക്സ് ഇസ് കേപ്പബിൾ ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് എ വെറൈറ്റി ഓഫ് ലാംഗ്വേജസ് ഇൻക്ലൂഡിംഗ് ഇംഗ്ലീഷ്, സ്പാനിഷ് ആൻഡ് French. Please note that Jane is able to understand a variety of languages such as English, Spanish and French. Okay, you guys have come up with a lot of answers. Okay, നമുക്ക് ഇതെല്ലാം acceptable ആണ്. പല രീതിയിൽ നമുക്ക് എഴുതാം. That is, ഇപ്പൊ ഞാൻ എഴുതുന്ന രീതിയിൽ തന്നെ ഒരാൾ എഴുതണം എന്ന് ഒരിക്കലും നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ല. English is a language where you can write in your own unique style. പല രീതിയിൽ നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോ പല രീതിയിൽ നമുക്ക് അതിനെ റെപ്രസെന്റ് ചെയ്യാം, അങ്ങനെയൊന്നും പ്രശ്നമില്ല അല്ലെ. സോ ദിസ് ഇസ് ഗ്രേറ്റ്. Yes, and somebody has come up with another one. She is a polyglot. Okay, she is a polyglot. Okay, polyglot എന്ന് പറഞ്ഞ ഒരുപാട് ലാംഗ്വേജസ് അറിയുന്ന ആളുകളെ നമ്മൾ പറയുന്നതാണ്. She is a polyglot. She is a polyglot is a great thing. I would recommend actually നമ്മളിപ്പം കൂടുതലായിട്ട് OET-ലേക്ക് വരുമ്പോൾ കുറച്ചും കൂടെ കൺസൈസ് ചെയ്തിട്ട് എഴുതുന്നത് നല്ലതാണ്. പിന്നെ പോളിഗ്ലോട്ട് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ സ്പെസിഫിക് ആവുന്നത് നല്ലതാണ്. ബട്ട്
Of course, that is a great try. I would recommend. Any? Okay, Marriott says, hi ma'am, good morning. Good morning, Marriott. Okay, അപ്പോൾ നമുക്ക് ഇനി അടുത്ത സ്ലൈഡിലേക്ക് പോവാം. വേറൊരു എക്സാമ്പിൾ കാണിക്കാം. Just give it a try. Anyway, I appreciate everyone, coming up with a lot of great answers. So നമുക്ക് പല രീതിയിൽ ചെയ്യാം. ഓക്കെ, ദ തിങ് ഇസ് നമ്മളുടെ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് പല രീതിയിൽ ചെയ്യാനായിട്ട് പറ്റും. തിങ് ഇസ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഓക്കെ, നമുക്ക് തന്നിട്ടുള്ള ഇൻഫർമേഷന് നമ്മൾ എന്ത് ചെയ്യാം, കുറച്ചും കൂടെ മീനിങ് ഫുൾ ആക്കിയിട്ട് അല്ലെങ്കിൽ ഒരു പ്രോപ്പർ സെന്റൻസ് ആക്കിയിട്ട് എഴുതാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്ലൈഡ് നോക്കാം. ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് സ്ലൈഡ്. He understands different languages. Yes, Vijala. Okay, that is a great try. നന്നായിട്ട് ചെയ്യുന്നുണ്ട് എല്ലാവരും. കാരണം നമുക്ക് ഇതൊക്കെ പല രീതിയിൽ ഇത് ചെയ്യാനായിട്ട് പറ്റും. സോ പല രീതിയിൽ നമുക്ക് ആ സെന്റൻസിനെ കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് പറ്റും. സോ യു ക്യാൻ കം അപ്പ് വിത്ത് യുവർ ഓൺ ആൻസേഴ്സ്. ദാറ്റ് ഇസ് കംപ്ലീറ്റ്ലി ഫൈൻ. കാരണം നിങ്ങൾ ലെറ്റർ എഴുതുമ്പോൾ ഇപ്പൊ നിങ്ങളുടെ ക്ലാസ്സിലാണെങ്കിലും നിങ്ങൾക്ക് ഇപ്പോൾ കമ്പയർ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഞാൻ എഴുതുന്ന ലെറ്റർ ആയിരിക്കില്ല എന്റെ ഫ്രണ്ട് എഴുതുന്നത്. We come up with a variety of sentence construction അല്ലെങ്കിൽ sentence formation. അപ്പോൾ അതൊന്നും ഒരു പ്രശ്നമല്ല. The thing is, നമ്മളുടെ കേസ് നോട്ടുമായിട്ട് അത് റിലേറ്റഡ് ആയിരിക്കണം. That's it. Okay, നമുക്കിനി അടുത്ത സ്ലൈഡിലേക്ക് പോവാം. So next slide says, yes. Next slide again ഒരു എക്സാമ്പിൾ ആണ്. Lives alone, has rehab aid, handles shopping errands. Okay, so patient ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. പേഷ്യന്റ് ഒരു റീഹാബ് എയ്ഡ് ഉണ്ട്. ആള് ഹെൽപ്പ് ചെയ്യുന്നത് ഷോപ്പിങ്ങിനും അതുപോലെ മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യാം, കമ്പൈൻ ചെയ്തിട്ട് എഴുതാം അല്ലെ. ഇത് രണ്ടും റിലേറ്റഡ് ആണ്. അപ്പൊ നമുക്ക് ഇത് രണ്ടും കമ്പൈൻ ചെയ്ത് എഴുതാം. ഇപ്പം നമ്മൾ നേരത്തെ നമ്മൾ ചെയ്തിരുന്ന രണ്ട് സെന്റൻസസും ആദ്യം നമ്മൾ പറഞ്ഞിരുന്ന ഒരു എക്സാമ്പിൾ, ഒരു നോട്ട് ഫോമിനെ ഒരു മീനിങ് ഫുൾ സെന്റൻസ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ചെയ്യുന്നു എന്നുള്ളത്. ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ്, രണ്ട് ഡിഫറെന്റ് കാര്യങ്ങളാണ്, പക്ഷെ റിലേറ്റഡ് ആണ്. അപ്പൊ അതിനെ ഒറ്റൊരു സെന്റൻസ് ആക്കുന്നു. ഓക്കെ, സോ നമുക്കത് നോക്കാം. ലെറ്റ്സ് കം അപ്പ് വിത്ത് സം റെസ്പോൺസസ്. ഇതിനെങ്ങനെയാണ് ഒരു സെന്റൻസ് ആയിട്ട് ഫോം ചെയ്യുക, അതൊന്ന് കമന്റ് ചെയ്യാവോ? Okay, let's wait for some time for the responses. അപ്പൊ നമുക്ക് തന്നിട്ടുള്ളത് എന്താണ്, ലിവ്സ് അലോണും പറഞ്ഞിട്ടുണ്ട്, ഹാസ് റീഹാബ് എയ്ഡ്, ഹാൻഡിൽസ് ഷോപ്പിംഗ് ആൻഡ് എറാൻഡ്സ്. How can you paraphrase it? I mean, how can you transform this into a sentence? I can see, many are watching, പക്ഷെ റെസ്പോൺസ് ഇടുന്നില്ലല്ലോ. ജസ്റ്റ് ഗിവ് ഇറ്റ് എ ട്രൈ. തെറ്റിക്കോട്ടെ, ദാറ്റ്സ് ഓക്കെ. ഇങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ പഠിക്കുന്നത്. ഞാൻ ഏതെങ്കിലും റെസ്പോൺസസ് മിസ് ചെയ്തിട്ടുണ്ടോ? ഓക്കെ, അഖില സേസ് ഹി ലിവ്സ് അലോൺ ആൻഡ് ഹാസ് റീഹാബ് എയ്ഡ് ഫോർ ആക്ച്വലി എനിക്കിത് കാണുന്നില്ല, ഒരു മിനിറ്റ്. Okay, yes, he lives alone and has rehab aid for handles shopping and errands. Okay, he lives alone and has rehab aid for handling shopping and errands. ചെറിയൊരു grammatical error, that's okay. നല്ലൊരു സെന്റൻസ് ആണ് അഖില, I appreciate that. Yes, Arjun says Mr. X lives alone and has a rehab aid for handling shopping and errands. Good one. സോ എല്ലാവർക്കും ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ ഓഫ് കേസ് നോട്ട്സ് കുറച്ച് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. കാരണം നിങ്ങളുടെ സെന്റൻസസ് ഒക്കെ കാണുമ്പോൾ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ദിസ് വാസ് വെരി ഗുഡ് എക്സാമ്പിൾസ്. ആരായിരുന്നു? അർജുനും അഖില. ഗുഡ് വൺ.
ഓക്കെ, വേറെ കമന്റ്സ് ഒന്നും ഞാൻ കാണുന്നില്ല. എന്തെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലെറ്റ് മീ നോ. ഐ എം സോറി ഇഫ് ഐ ഹാവ്. ഓക്കെ, സോ ഫാർ നമുക്ക് രണ്ടുപേര് ആണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കിനി എന്ത് ചെയ്യാം? സ്ലൈഡ്. ഓക്കെ, ഗേൾ സേസ് ഹിസ് ലിവിംഗ് അലോൺ ആൻഡ് ഹാസ് എ റിഹാബ് എയ്ഡ് ഇൻ ഹാൻഡ്ലിംഗ് ഷോപ്പിംഗ്. ഓക്കെ, ഹി ഈസ് ലിവിംഗ് അലോൺ എന്തുള്ളത് ഞാൻ പ്രൊമോട്ട് ചെയ്യില്ല. ബട്ട് യുനോ ആ സെന്റൻസ് ഓക്കെയാണ്. അവിടെ ഹി ഈസ് ലിവിംഗ് അലോണിലും നല്ലത് ഹി ലിവ്സ് അലോൺ ആണ്. ഹി ലിവ്സ് അലോൺ ആൻഡ് ഹാസ് and he has a rehab aid in handling shopping. Yes, that is also good. Good one, girly. Okay, so നമുക്ക് ഇതിന്റെ ഒരു എക്സാമ്പിൾസ് എല്ലാവരും നന്നായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതിനെ എങ്ങനെ ട്രാൻസ്ഫോം ചെയ്യാം എന്നുള്ളത് ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ കറക്റ്റ് ആട്ടോ, ഇതൊന്നും തെറ്റാന്ന് ഞാൻ പറയുന്നില്ല. ദ തിങ് ഇസ് നമുക്ക് വേറെ രീതിയിലും എഴുതാം. അത് ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം. Okay, now let's move to the next slide. നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോവാം. അപ്പൊ അതില് നമുക്ക് നോക്കാം. ഓക്കെ, സോ അതിൽ പറയുന്നത് എന്താണ്? തോമസ് ലിവ്സ് അലോൺ. ഒരു ഇമാജിനറി നെയിം നമ്മൾ കൊടുത്തിട്ടുള്ളതാണ്. അത് ഹിയോ, ഷിയോ, മിസ്റ്റർ എക്സോ എങ്ങനെ വേണമെങ്കിലും ആക്കാം. തോമസ് ലിവ്സ് അലോൺ ബട്ട് ഹാസ് എ റിഹാബിലിറ്റേഷൻ എയ്ഡ് ഹു ഹാൻഡിൽസ് ഹിസ് ഷോപ്പിംഗ് ആൻഡ് എറാൻഡ്സ്. ദാറ്റ്സ് ഓക്കെ. ഓൾദോ തോമസ് ലിവ്സ് ബൈ ഹിംസെൽഫ്, ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് എങ്കിലും ഹി ഡസ് ഹാവ് ആൻ എയ്ഡ് ഹു ഹെൽപ്സ് ഹിം ഇൻ ഷോപ്പിംഗ് ആൻഡ് എറാൻഡ്സ്. കറക്റ്റ് അല്ലേ? അഗെയിൻ നേരത്തെ എനിക്ക് കിട്ടിയിട്ടുള്ള റെസ്പോൺസസും കറക്റ്റ് ആണ്. വളരെ സിമ്പിൾ ആയിട്ട് ഹി ലിവ്സ് അലോൺ ആൻഡ് ഹാസ് എ റിഹാബ് എയ്ഡ് ഫോർ ഹാൻഡ്ലിംഗ് ഷോപ്പിംഗ് ആൻഡ് എറൻഡ്സ്. ദാറ്റ് ഇസ് ഓൾസോ ഗ്രേറ്റ് വൺ. പിന്നെ ഓക്കെ, സൈനബ് പറയുന്നുണ്ട് ആസ് ഹി ലിവ്സ് അലോൺ ഹിസ് റിഹാബ് ഹാസ് ഹാൻഡിൽഡ് ഹിസ് ഷോപ്പിംഗ് ആൻഡ് എറൻഡ്സ്. ഓക്കെ, ആസ് ഹി ലിവ്സ് അലോൺ ഹിസ് റിഹാബ് ഹാസ് ഹാൻഡിൽഡ് ഹിസ് ഷോപ്പിംഗ് ആൻഡ് എറൻഡ്സ്. ഓക്കെ, അതിൽ കുറച്ച് ചേഞ്ചസ് വരുത്തുവാണെങ്കിൽ നല്ലതായിരിക്കും. ബട്ട് ദാറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി എന്ത് ചെയ്യാം? അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഐ നോ യു ആർ ഓക്കെ, ഇത് കഴിഞ്ഞില്ലേ എന്നുള്ളൊരു ചിന്തയായിരിക്കും ഇപ്പൊ. നമുക്ക് ഒരു എക്സാമ്പിളും കൂടെ ഒന്ന് നോക്കാം. ഒന്നല്ല, ഒരു രണ്ടെണ്ണം. ഓക്കെ, ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് സ്ലൈഡ്. നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോവാം. ഓക്കെ, സോ ഐ ഹോപ്പ് യു ക്യാൻ സീ ദ നെക്സ്റ്റ് സ്ലൈഡ്. സോ അഗൈൻ നെക്സ്റ്റ് സ്ലൈഡ് ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ജസ്റ്റ് ഗിവ് ഇറ്റ് എ ട്രൈ. ഈ ഒരു ക്വസ്റ്റ്യനും കൂടെ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ എനിക്ക് മനസ്സിലാവും. ഓക്കെ, നിങ്ങൾ നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട് ട്രാൻസ്ഫോർമേഷൻ എന്നുള്ളത്. കാരണം നമ്മൾ ഇപ്പൊ ഞാൻ ഒരു കേസ് നോട്ട്, ഒരു കംപ്ലീറ്റ് കേസ് നോട്ട് തന്നിട്ട് നിങ്ങളോട് പറയുവാണ് ഓക്കെ ഇതിങ്ങനെ ചെയ്യാം, ഇതിങ്ങനെ ചെയ്യാം എന്ന് പറയുന്നതിലും വളരെ ഇഫക്റ്റീവ് ആണ് ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ട് നിങ്ങളെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കാം. യു അണ്ടർസ്റ്റാൻഡ് ബെറ്റർ. കുറച്ചും കൂടെ നിങ്ങൾക്ക് അതിനെ പറ്റിയിട്ടുള്ള ഒരു ഐഡിയ കിട്ടും. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇറ്റ് വിൽ ബി റിയലി ഹെൽപ്പ്. എനിക്ക് സുഖമാണ്. കാരണം എനിക്കൊരു കേസ് നോട്ട് എന്നാണ് ഇതെങ്ങനെ ചെയ്താൽ മതി, ഇതെങ്ങനെ ചെയ്താൽ മതി എന്ന് പറയുന്നത് എനിക്ക് നല്ല എളുപ്പമാണ്. തിങ് ഇസ് നമ്മളുടെ ഭാഗത്തു നിന്നൊരു എഫേർട്ട് വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ അത് മനസ്സിലാവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഓക്കെ, നമുക്ക് അടുത്ത സ്ലൈഡ് പോവാവേ. നെക്സ്റ്റ് സ്ലൈഡ്. ക്വസ്റ്റ്യൻ എല്ലാവർക്കും കാണുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഒരു മിനിറ്റ്, കാണുന്നില്ലേ? യെസ്, ഐ ഹോപ്പ് യു കെൻ സീ ഇറ്റ്. സോ എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് ഉണ്ടെങ്കിൽ മെൻഷൻ ചെയ്യണേ. ഓക്കെ, ഇത് നമ്മളുടെ ലാസ്റ്റ് എക്സാമ്പിൾ ആണ്. ഇനി വേറെ എക്സാമ്പിൾസ് ഒന്നും ഞാൻ തരത്തില്ല കേട്ടോ. സോ ഇതിൽ നോക്കാം. ഡിഫിക്കൽട്ടി ടു മൂവ് കെയിൻ ഫോർ സപ്പോർട്ട്. ഓക്കെ, ഇതും അഗൈൻ രണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള സെന്റൻസസ് ആണ്. ഇതിനെ കമ്പൈൻ ചെയ്തിട്ട് ഒറ്റൊരു സെന്റൻസ് എങ്ങനെയാക്കും എന്നുള്ളത് നോക്കാം. ഓക്കെ, so yes, please come up with your responses. Yes, as he has difficulty, Akhila says as he has difficulty to ambulate, he uses cane for support. Okay, ആ സെന്റൻസിൽ കുറച്ച് ഇങ്ങനെ തിരുത്തൽ വരുത്തുവാണെങ്കിൽ ആ സെന്റൻസ് കുറച്ചുകൂടെ നല്ലതായിരിക്കും. അതായത് ഇങ്ങനെ പറയാം, yes, as he has difficulty to ambulate, he uses a cane for support. That will be great. Okay, അഖില നന്നായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. നൈസ് വൺ. ചെറിയ കുറച്ച് ചേഞ്ചസ് അങ്ങോട്ടും ഇങ്ങോട്ടും വരുത്തി കഴിഞ്ഞാൽ that would be a great sentence.
എന്തായാലും I'm really happy that you got the idea of transforming the case notes. Okay, വേറെ എന്തെങ്കിലും responses ഉണ്ടോ? Is there any more responses? Okay, so let's see the yes. Binsi says he has difficulty to move. He uses cane for support. Okay, അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ ഒന്ന് കണക്ട് ചെയ്യാം ബിൻസി. He has difficulty to move and he uses cane for support എന്ന ഒരു കൺജങ്ഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് കണക്ട് ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആണ്. Zainab says as he has suffered to move, he canes for support. അതിൽ കുറച്ച് ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്ക് ഉണ്ട്. ദാറ്റ്സ് കംപ്ലീറ്റ്ലി ഓക്കെ, കാരണം നമ്മൾ പഠിച്ചു വരുന്നേ ഉള്ളൂ, അപ്പൊ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. ആൻഡ് ഐ വുഡ് നോട്ട് റെക്കമെൻഡ് യൂസിങ് ദ വേർഡ് സഫർ. നമ്മൾ അത്രയും ബുദ്ധിമുട്ടാണെങ്കിൽ മാത്രമാണ് നമ്മൾ സഫർ ഒക്കെ യൂസ് ചെയ്യുന്നത്, അല്ലേ? ദാറ്റ് ആക്ച്വലി ഷോസ് വി ആർ ഇൻ ലോട്ട് ഓഫ് പെയിൻ എന്നുള്ള രീതിയിലാണ്. സോ ഇറ്റ്സ് ബെറ്റർ അങ്ങനത്തെ ടേംസ് യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ വിജില സേസ് ഹി യൂസസ് കെയിൻ as he has difficulty to move is better. ഒരു ഹാസും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. വിജില നൈസ് ട്രൈ, എല്ലാവരും നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അഖില, ബിൻസി, സൈനബ്, വിജില, ഗ്രേറ്റ് ട്രൈ. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ ആൻസേഴ്സ് അല്ലെങ്കിൽ ഇതിനെങ്ങനെ ട്രാൻസ്ഫോം ചെയ്യാം എന്നുള്ളതൊന്ന് നോക്കാം. ഓക്കെ, ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് സ്ലൈഡ്. നെക്സ്റ്റ് സ്ലൈഡിൽ വളരെ കൃത്യമായിട്ട് ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. Alex has difficulty to ambulate അല്ലെങ്കിൽ mobilize അല്ലെങ്കിൽ move and uses a cane for support. അല്ലെങ്കിൽ Alex uses a cane for support as he has difficulty to ambulate. ഇത് നമുക്ക് പല രീതിയിൽ ചെയ്യാം. ഈ ambulate എന്ന് തന്നെ പറയണം എന്നില്ല, mobilize പറയാം, move പറയാം. You can use your own vocabulary. നമുക്ക് comfortable ആയിട്ടുള്ള ഒരു vocabulary യൂസ് ചെയ്തിട്ട് നമുക്ക് sentences create ചെയ്യാം. That's not a big deal. Okay, so I hope this example is clear to everybody. Clear ആണെന്ന് വിശ്വസിക്കുന്നു. Now let's move to yes. Girlie says I missed one comment. He has difficulty in moving, so he uses cane for support. Okay, നല്ലൊരു എക്സാമ്പിൾ തന്നെയാണ്. He has difficulty in moving എന്നുള്ളതിനേക്കാൾ നല്ലത് he has difficulty to move അല്ലെങ്കിൽ to mobilize എന്നുള്ള രീതിയിൽ പറയാം. So he uses cane for support. So ഇതിലും നല്ലത് therefore ഒക്കെയാണ്. But that's okay. Nice try. Okay, so നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോവാം. അപ്പൊ ഇത്രയും എക്സാമ്പിൾസ് വെച്ചിട്ട് ഐ ഹോപ്പ് യു ഹാവ് എൻ ഐഡിയ ലൈക്ക് എങ്ങനെയാണ് ഒരു പെർട്ടിക്കുലർ നോട്ട് തന്നു കഴിഞ്ഞാൽ എങ്ങനെ ട്രാൻസ്ഫോം ചെയ്യാന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോവാം. സോ നെക്സ്റ്റ് സ്ലൈഡ് ഇസ് ഓൾ അബൌട്ട് ലിങ്കിങ് വേർഡ്സ്, അല്ലെ? നമുക്ക് ലിങ്കിങ് വേർഡ്സ് എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതാണ്. ഇപ്പം ഒരു മിനിറ്റ്, എനിക്ക് കമന്റ്സിന്റെ ആക്സസ് പോയി, സോറി ഗൈസ്. ഓക്കെ, ആക്ച്വലി കുറച്ച് കമന്റ്സ് ഞാൻ വായിച്ചിട്ടില്ല എന്ന് ഞാൻ ഇപ്പോഴാണ് റിയലൈസ് ചെയ്തത്. ഐ എം സോറി. Ashudi says interesting, thank you. Nabil says helpful, thank you. Hi Ellen. Okay, ബാക്കിയെല്ലാം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. റോഷ്നി സേസ് ഇതിന് നല്ലോണം ഗ്രാമർ പഠിക്കണ്ടേ? ഇല്ല, ഒരിക്കലും ഇല്ല റോഷ്നി. നമുക്ക് അങ്ങനെ ഒത്തിരി ഗ്രാമർ നോളജ് ഒന്നും ശരിക്കും പറഞ്ഞ OET റൈറ്റിംഗിൽ ആവശ്യമില്ല. ഓക്കെ, ബേസിക് ഒരു നല്ല അത്യാവശ്യം ഒരു ലാംഗ്വേജ് ഉണ്ട്, ഒരു ബേസിക് ലാംഗ്വേജ് ഉണ്ട്, അത്യാവശ്യം ഒരു ഗ്രാമർ ഒക്കെ അറിയാമെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് ലെറ്റർ എഴുതാനായിട്ട് പറ്റും. ആൻഡ് ഹിയർ വി ഇൻ IILT വി ആക്ച്വലി പ്രൊവൈഡ് ദാറ്റ്. നമ്മൾ IILTയിൽ അത് തന്നെയാണ് നിങ്ങൾ പഠിപ്പിക്കുന്നത്. OETക്ക് നമുക്ക് ഓക്കെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ അറിയണം അല്ലെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റ് അറിയണം, അങ്ങനെയൊന്നുമില്ല. നമുക്ക് OETക്ക് അറിയേണ്ടതായിട്ടുള്ള ഗ്രാമർ വളരെ ബേസിക് ആയിട്ടുള്ള ഗ്രാമർ ആണ്. അത് ഏതൊരാൾക്കും വളരെ നിഷ്പ്രയാസം പഠിക്കാൻ പറ്റുന്നതാണ്. ആൻഡ് വി ഹാവ് അൺലിമിറ്റഡ് OET റൈറ്റിംഗ് കറക്ഷൻസ് ടു IILT, so it will really help you. So Roshni, if you want, you can actually contact people. Yeah, Grace Anthony says hi. Okay, hi Grace. Okay, ഏതെങ്കിലും മെസ്സേജസ് ഞാൻ ലെഫ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഐ എം റിയലി സോറി.
for that. ഞാൻ ഇപ്പോഴാണ് ഇത് കാണുന്നത്. Sorry. Okay. അപ്പോൾ നമ്മൾ ഇനി yes next സ്ലൈഡിലേക്ക് പോവാം. Okay. Okay, so next slide says all about linking words and phrases that you can use in OET writing, which really helps in transformation. For your information, please note that it is worth noting that importantly, in addition, ഇതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം OET writing-ൽ connect ചെയ്യാനായിട്ടൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. So you can just note all these down. It will really help you in your OET writing. Okay, so I hope it is clear. Yes. So ഇങ്ങനെയെല്ലാം നമ്മൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഒരു കേസ് നോട്ട് തരുവാണെങ്കിൽ അത് ട്രാൻസ്ഫോം ചെയ്യാനായിട്ട് പറ്റും. ആക്ച്വലി ട്രാൻസ്ഫോമിങ് ഇസ് നോട്ട് എ ബിഗ് ഡീൽ, ഒത്തിരി വലിയൊരു കാര്യമൊന്നുമല്ല. നമ്മൾ പ്രോപ്പർ ആയിട്ടൊരു സെന്റൻസ് വായിച്ചു അതിനെ മനസ്സിലാക്കി, ഒരു സെന്റൻസ് അല്ല ഒരു നോട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് അതിനെ ട്രാൻസ്ഫോം ചെയ്യാനായിട്ട് പറ്റും. സോ ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഇതിനെ പറ്റിയിട്ടുണ്ടെങ്കിൽ യു കെൻ ആസ്ക് മീ. ഓക്കെ, സോ വേറെ ഡൗട്ട്സ് ഒന്നും ഇല്ലാന്ന് ഞാൻ വിശ്വസിക്കുന്നു. Okay, I hope everything is clear. So I hope the session was informative for everyone. Like എല്ലാവർക്കും ട്രാൻസ്ഫോർമേഷൻ ഓഫ് കേസ് നോട്ട്സിനെ പറ്റിയിട്ട് ഒരു ധാരണ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു കേസ് നോട്ട് വായിക്കുമ്പോൾ ഓക്കെ ആ നോട്ട് എങ്ങനെ ഒരു സെന്റൻസ് ആക്കാം എന്നുള്ളത് ആദ്യം ആലോചിക്കുക, എന്നിട്ട് അതിനെ സെന്റൻസസ് ആക്കുക. ആക്ച്വലി ഇത് വളരെ എളുപ്പമാണ് നമ്മളത് മനസ്സിലാക്കി ചെയ്യുവാണെങ്കിൽ. ഓക്കെ, ഓരോ സെന്റൻസും നമ്മൾ ഇപ്പോൾ 2-3 സെന്റൻസ് ഒക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് അതിന് ആ രണ്ട് സെന്റൻസിനും റിലേറ്റ് ചെയ്ത് ഒറ്റ സെന്റൻസ് ആക്കിയിട്ട് കൺസൈസ് ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും, റാദർ ദാൻ റൈറ്റിംഗ് സിമ്പിൾ സെന്റൻസസ്. ഇനി നിങ്ങൾക്ക് ഓക്കെ സിമ്പിൾ കോംപ്ലെക്സ് സെന്റൻസ് എഴുതാൻ പറ്റുന്നില്ലെങ്കിൽ ദാറ്റ്സ് കംപ്ലീറ്റ്ലി ഫൈൻ, അതൊരു ഇഷ്യൂവേ അല്ല. ബെറ്റർ റൈറ്റ് സിമ്പിൾ സെന്റൻസസ്. ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത് അയ്യോ എനിക്ക് കോംപ്ലെക്സ് സെന്റൻസ് എഴുതാൻ അറിയില്ല, അത് വെച്ചടിച്ച് എനിക്ക് മാർക്ക് കിട്ടില്ല, അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് മേക്ക് ഷുവർ ദാറ്റ് you write simple sentences but don't make any grammatical errors and all. Okay, complex sentence എഴുതുന്ന of course നല്ലതാണ്. ഇനി അത് പറ്റുന്നില്ല എന്ന് വിചാരിച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. Okay, so try all these things and you will get your required score in OET writing. Okay, so വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ regarding OET writing. Okay, so I hope every doubts have been clarified. So yes, we'll come up with yet another YouTube live session on OET writing very soon. Till then, bye. Thank you.